എത്ര ശക്തമായ സിഹറാണെങ്കിലും വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും പല സ്ഥലങ്ങളിലും പോയിട്ട് ബാത്തിലായിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സകങ്ങളിൽ തോന്നുന്നുവെങ്കിലും ഏതു മാരണപ്രവർത്തനവും കൂടോത്രവും ആഭിചാരക്രിയയും സിഹറും ബാത്തിലാക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായൊരു അമലുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കുക. സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്തിട്ട് ഫലം ലഭിച്ചു, മുജറബാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ സിഹർ ഐന് ഷെയ്ത്വാനിൻ്റെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഫലം ലഭിക്കുന്ന, നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതോ പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, തലക്കുമീതെ താങ്ങാനാകാത്ത ഓരോ പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നൊന്നായി വരുമ്പോഴും ഈ ദുനിയാവിൽ പൂർണ്ണമായും റബ്ബിൻ്റെ മുമ്പിൽ തൃപ്തിപ്പെട്ട് ക്ഷമിച്ച് മുന്നേറുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം, ദുനിയാവാണ്, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകാം, പല രൂപങ്ങളിലും പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വരുമ്പോഴും നമ്മൾ പൂർണ്ണമായും ക്ഷമിക്കുക. ഏതു സിഹറും ബാത്തിലാകുമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ നിസ്കാരമാണത്. ഈ നിസ്കാരത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു കശ്ഫിൽ കുറൂബ് എന്നാണ്. വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കശ്ഫ് ലഭിക്കാൻ, സലാമത്ത് ലഭിക്കാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ നിസ്കാരം. 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ റക്അത്തിലും ഓരോ ആയത്തുകൾ 100 തവണ പാരായണം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്ന വീഡിയോ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഫാത്തിഹയ്ക്ക് ശേഷം 1-ാമത്തെ റക്അത്തിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ളത് 100 തവണ പാരായണം ചെയ്യണം. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് 100 തവണ പാരായണം ചെയ്യണം. 3-ാമത്തെ റക്അത്തിൽ ഫഅസല്ലാ എന്ന് തുടങ്ങുന്ന ആയത്ത് 100 തവണ പാരായണം ചെയ്യേണ്ടതുണ്ട്. 4-ാമത്തെ റക്അത്തിൽ വ ഉഫവ്വിളു അംരി ഇലല്ലാ എന്ന് പറയുന്ന ആയത്ത് 100 തവണ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് 4 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണെങ്കിൽ നിസ്കാരത്തിന് ശേഷം അത് പറയുക. എന്താണോ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി അത് റബ്ബിനോട് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീപ്പായിട്ട് നന്നായി വിശദീകരിക്കുന്ന വീഡിയോയാണ് താഴെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ ഏത് സൂറത്തിലേതാണെന്നും ആയത്തിൻ്റെ നമ്പർ എത്രയാണെന്നും അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഏത് ദിവസമാണിത് ചെയ്യേണ്ടതെന്നും എത്ര തവണ ഇത് ചെയ്യണമെന്നൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ചെയ്യണമെന്നാണ് പറയുന്നത്. നല്ല ഫലം ലഭിക്കും. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു വിത്ർ നിസ്കാരം, ളുഹാ നിസ്കാരം, തറാവീഹ് നിസ്കാരം, തഹയ്യത്ത് നിസ്കാരം, ഇങ്ങനെ ഒരു സുന്നത്തായ നിസ്കാരമൊന്നുമില്ല. ചില മഹാന്മാരൊക്കെ ഫാത്തിഹ ഓതിയിട്ട് ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിച്ചു.